മോശ ഇസ്രായേൽ ജനത്തെ ഇറക്കിയേ ഉള്ളൂ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്. എന്നാൽ ഇവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭുജമായിട്ട് ഉപയോഗിച്ചത് ജോഷുവയാണ്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ജോഷുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നെങ്കിൽ. അപ്പോ ആരാ സ്വസ്ഥത കൊടുത്തേ? ജോഷുവ അല്ലേ? അല്ല, നമ്മുടെ പൊട്ടത്തരമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ. സ്വസ്ഥത കൊടുത്ത ദൈവം ഉപയോഗിച്ച ഭുജമാണ് ജോഷുവ. യഹോവയാൻ ദൈവം സ്വർഗസ്ഥ പിതാവ് എല്ലാം ചെയ്യുന്നേ. അതിനുവേണ്ടി പല ഭുജങ്ങളും ഉപയോഗിക്കും. അത് മനുഷ്യരായിരിക്കാം, ദൂതവർഗമായിരിക്കാം, തന്റെ പുത്രനായ ക്രിസ്തു ആയിരിക്കാം. എല്ലാം ചെയ്യുന്നത് സ്വർഗസ്ഥ പിതാവായ യഹോവയാൻ ദൈവമാണ്. മനസ്സിലാക്കുക. പലരും ഇത് തിരിച്ചറിയാതെ എവിടെയൊക്കെ ക്രിസ്തു എന്ന് പറഞ്ഞോ അത് ഉപയോഗിച്ചിട്ട് പിതാവിനെ ഔട്ടാക്കും. അങ്ങനെയല്ല, ഈ ക്രിസ്തുവും ഈ അപ്പന്റെ ഭുജമാണ്. ബൈബിൾ വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നു. ഇതാ നോഹയിലൂടെ 8 പേരെ രക്ഷിച്ചു, മോശയിലൂടെ കുറെ പേർ രക്ഷിച്ചു, പക്ഷെ എല്ലാവരും എത്തിയില്ല. അതിൽ കുറച്ചു പേർ ജോഷുവയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. എല്ലാവരും ഉപയോഗിച്ചത് സ്വർഗസ്ഥ പിതാവ് തന്നെയാണ്. ഇനി മോശയെ ഉപയോഗിച്ച അതേ ദൈവം ഇവിടെ തന്റെ പുത്രനായ ക്രിസ്തുവെ ഭുജമായിട്ട് ഉപയോഗിക്കുക. ക്രിസ്തുവിലൂടെ നമ്മളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നല്ല, ലോകത്തിന്റെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. തുടർന്ന് നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിപ്പാൻ തന്റെ ആത്മാവിനെ അയക്കുന്നു, ആത്മാവിനെ ഭുജമായി ഉപയോഗിക്കുന്നു. എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനത്തിൽ എത്തണം. ആ ഒരു ലക്ഷ്യമാണ്.